പോലെ ഹലോ എന്താ ആലോചിക്കണത്? ഞാനേ വേറെ കാര്യം ആലോചിച്ച് നിന്നതാ. നമ്മുടെ ഷിഹാബിന്റെ കാര്യേ, നമ്മൾ ഈ വെള്ളയൊക്കെ ഇട്ട് നിൽക്കണ ആളെയും പറയണ ആ വൈറ്റ് ഷർട്ടും വെള്ളയൊക്കെ ഇട്ട് നിൽക്കണമെന്ന് നമ്മൾ വിചാരിക്കേ വലിയ സംഭവമൊക്കെ ആയിരിക്കും, സെറ്റപ്പൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നൊക്കെ വിചാരിക്കും. കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ തന്നെ. ആ കടയിൽ നിൽക്കണ ഉണ്ടാക്കുക സാധനങ്ങൾ ആൾക്കാർ മേടിക്കണം കണ്ടുകൊണ്ട് നിൽക്കാൻ പുള്ളി. നമുക്ക് പറ്റിയ അവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ കടകളെ. ആ കട വലിയ കടയല്ലേ, ഉള്ളത് നല്ല കടയല്ലേ. ഒരു മിനിറ്റ് ഞാൻ പോരാട്ടോ. ഹലോ ഇക്കാ, കുറച്ച് സാമ്പാർ രസം വേണമായിരുന്നല്ലോ. സാമ്പാർ രസം 100 രൂപ എടുത്തു തോന്നി, ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഉണ്ടല്ലോ. അന്ന് അങ്ങനെ എടുത്തു. ഇതാണ് സാമ്പാർ കിറ്റ്. അത് അധികം സാധനം ഉണ്ടല്ലത്. നമ്മുടെ കടയിൽ ആളെപ്പോഴും വേണം. അത് ശരി, കൊടുക്കുന്നവർക്ക് തൃപ്തിയാണ്, അതാണ് നമ്മുടെ. ഓക്കെ എന്നാല്. അസ്സലാമു അലൈക്കും. എന്തുള്ള വിശേഷം? നോമ്പൊക്കെ ഇങ്ങനെ റാഹത്തല്ലേ? ഇത് പിടിച്ചത്. ഉടുപ്പെടുക്കണോ? എടുക്കാട്ടോ നമുക്ക് 2 ദിവസമൊക്കെ ആയിട്ടേ. നമുക്ക് പെരുന്നാളിന് ഉടുപ്പൊക്കെ എടുക്കാട്ടോ. എന്തോന്ന് പിള്ളേർ ചോദിച്ചാ? പിള്ളേര് പെരുന്നാളിന് ഉടുപ്പെടുക്കാൻ പറയാനാണ്. എന്തെന്ന് ചൈനയുടെ കയ്യിലും 5 പൈസയല്ലോ, ഉമ്മാക്കാണി മരുന്നും മേടിച്ചുള്ള. ഉടുപ്പെടുക്കാനായിട്ട് ഉമ്മാക്ക് മരുന്ന് മേടിക്കാണ്ട് ഇപ്പൊ ഉടുപ്പെടുക്കണേനാ, മരുന്നാണെങ്കിൽ തീർന്നിരിക്കാണ്. അതാണിപ്പോ ചെയ്യണത്. എന്ത് ചെയ്യണം? ഒട്ടും പാടില്ല. എന്താ ചെയ്യണ? കുറച്ച് എന്തെങ്കിലും വഴി കാണിച്ചു തരുമല്ലോ. എന്തേലും മാർഗം ഉണ്ടാ. നമുക്കേ 2 ദിവസമൊക്കെ ആയിട്ടോ അപ്പൊ എടുത്തരാട്ടോ. അപ്പി മേടിച്ചു തരും ഇട്ട് ഉടുപ്പ്. ഉമ്മാക്ക് ആദ്യം മരുന്ന് മേടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉടുപ്പെടുക്കാട്ടാ. വാലേക്കും സലാം. എന്തായി കറി? എങ്ങനെയുണ്ട് ഷാബ് നോമ്പൊക്കെ? കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ കുഴപ്പമില്ല. പിന്നെ മൂത്തുമാരെ കുറവൊന്നുമില്ല. മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോയിട്ടിരിക്കും. പിന്നെ വേറെന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഞങ്ങൾ വന്നതെന്താണെന്നറിയാമോ? ഞങ്ങൾ ഈ റംസാന് കിസ്ബയുടെ കിറ്റല്ല കൊടുക്കുന്നത്, രോഗികൾക്കുള്ള ഒരു സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. അപ്പോൾ അതിന് നിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. ശരിയെന്നാ. ഷാബ, പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തായിരുന്നോ? ഡ്രസ്സ് പറഞ്ഞാൽ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ കാരണം ഡ്രസ്സുകളൊന്നും നടന്നിട്ടില്ല. അപ്പം എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇത് കൂടി ഇരിക്കട്ടെ. ശരിയാണോ? ആരൊക്കെ വന്ന? ഇതേ ആ ശ്രീമുലാരത്തെ കിസ്വ എന്നുള്ള ചാരിറ്റി ഇല്ലേ, അവര് പിള്ളേർക്ക് ഉടുപ്പും കുറച്ച് പൈസയും കൊണ്ടുവന്നുണ്ട്. എന്തായാലും പടച്ചവും കാത്ത് ഈ സമയത്ത് പൈസ കിട്ടിയിരുന്നു. നമുക്കാണെങ്കിൽ മരുന്നും മരുന്നുള്ള പിള്ളേർക്കാണെങ്കിൽ ഉടുപ്പ് കൊടുത്തിട്ടുണ്ടായില്ല. ഇത് 3300 ഉണ്ട്. പടച്ചവും കാത്ത് ഇടങ്ങേറായി കാരണം മൂത്തുമാക്കണി മരുന്ന് വാങ്ങിച്ചുള്ള പിള്ളേർക്ക് ഉടുപ്പെടുത്തുണ്ടായാലും ഉടുപ്പൊക്കെ നോക്കി. ഇതേ അമ്രൂസിന് ജീൻസ് കുഴപ്പമില്ലല്ലേ? ഈ പൈസ അവിടെ വെച്ചേക്കുന്ന ആളെ മരുന്ന് വേണ്ടി. അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് കൂടിയായിരുന്ന ഒരു ചെറിയൊരു വീഡിയോൻ്റെ ഭാഗമായിട്ട് കൂടിയതാണ് ഞങ്ങളെല്ലാവരും. കാരണം ഞങ്ങൾ കൂടാനുള്ള കാരണം, നമ്മൾ ഈ റമദാൻ മാസത്തിലേക്ക് ഒരുപാട് ചാരിറ്റി സംഘടനകൾ കൊടുക്കണ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഈ ചാരിറ്റി സംഘടനകൾ കൊടുക്കണ പൈസകൾ ചിലവർ അനർഹരാണ്, അർഹതപ്പെട്ടവരുണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കണവരായിരിക്കും. പക്ഷേ അവരുടെ വീട്ടിൽ ചിലപ്പോൾ
അടുപ്പ് പുകയുണ്ടാവില്ല, അത് നമ്മൾ അറിയണ്ടാവില്ല. പക്ഷെ അവരെ തിരഞ്ഞെടുക്കാൻ ചിലവ് നമ്മൾ വേറും പാവപ്പെട്ട വീടുകളൊക്കെ തിരഞ്ഞെടുക്കും. പക്ഷെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾക്ക് ചിലപ്പോൾ വേസ്റ്റ് വരാറുണ്ട്, ഒരുപാട് പേര് കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ ഓരോരുത്തർ അത് കണ്ട് അറിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. സത്യത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാരിറ്റി ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് പാവപ്പെട്ട ഒരു ലിസ്റ്റ് ഉണ്ടാവും. അവർക്ക് ഈ ഒന്നിൽ കൂടുതൽ ആളുകൾ അവരെ തെരഞ്ഞെടുത്ത് അവർക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് കിട്ടും. സത്യത്തിൽ ഈ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ ജംഗ്ഷനിലൊക്കെ വന്നിരിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്ക് അഭിമാനം കൊണ്ട് അവർ പറയാറില്ല. അവർ ശരിക്കും നല്ല ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന പല ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് എത്തുന്നില്ല. അപ്പൊ നമ്മൾ അവരെ പോലുള്ളവരെ കണ്ടെത്തി ഇങ്ങനെയുള്ള ഇപ്പൊ ഇവര് കൊടുത്തത് ഒരു ഒട്ടും നിവൃത്തിയില്ലാത്ത മരുന്നൊക്കെ മേടിക്കാൻ പൈസ ഇല്ലാത്ത അവർക്ക് കുറച്ച് ഫണ്ടാണ് ഇവർ കൊടുത്തത്. അതുപോലെ തന്നെ ഓരോ ചാരിറ്റി സംഘടനകളും ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നാട്ടിൽ നിൽക്കുമ്പോൾ അവസ്ഥകൾ വളരെ മോശമാണ്. കാരണം പുറത്തുനിന്നുള്ളവർക്ക് നോക്കുമ്പോൾ ചിലവരെ കാണുമ്പോൾ നമ്മൾ അവന് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അവരുടെ വീട്ടിലെ അവസ്ഥകൾ വളരെ മോശമാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ചാരിറ്റി സംഘടനകൾ വളരട്ടെ. അപ്പോൾ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയാവുന്ന സദക്കകൾ എത്ര രൂപ, 1 രൂപയെങ്കിൽ 1 രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, ഇല്ലാത്തവർക്ക് കണ്ടുപിടിച്ച് അത് അർഹരായ അവർക്ക് കണ്ടെത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തതിൽ നമ്മുടെ കൂടെ നിന്നത് പണ്ടുപിടിങ്ങി നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവരൊക്കെയാണ്. പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഒക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തട്ടെ. ഈ റമളാൻ മാസം കഴിയാൻ പോവാണ്. അപ്പോൾ എല്ലാവരിലേക്കും സക്കാത്തുകൾ വർദ്ധിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ.